നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഏറെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മലയാളികൾക്കും ഇന്ത്യയിലുള്ളവർക്കും അതുപോലെ തന്നെ പുറം രാജ്യത്ത് ജീവിക്കുന്ന പ്രവാസികൾക്കും ഏറെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയായിരിക്കും ഇത്. കാരണം COVID-19 ലോകവ്യാപകമായി ഇത്ര കണ്ട് ദൂഷ്യമായ രീതിയിൽ വ്യാപിക്കുന്ന ഈ സമയത്ത് കടുത്ത നിയന്ത്രണങ്ങളുമായി കേന്ദ്ര സർക്കാർ തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. ഇപ്പോൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ വരുന്ന 22-ാം തീയതി, അതായത് ഞായറാഴ്ച മുതൽ 29-ാം തീയതി വരെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചിടുമെന്നൊരു വാർത്ത തന്നെ പുറത്തു വരുന്നു. അതായത് ഒരു രാജ്യത്ത് നിന്ന് പോലും ഇനി വിമാനങ്ങൾ ഇന്ത്യയിൽ ഇറങ്ങില്ല. 29-ാം തീയതിക്ക് ശേഷം മാത്രമേ ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമെടുക്കുവാൻ ഇനി കേന്ദ്ര സർക്കാർ തയ്യാറാവുകയുള്ളൂ എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് എടുത്തവരും വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇനി വരാൻ വേണ്ടിയിരിക്കുന്നവരും ആകെ പെട്ട ഒരു അവസ്ഥയിലായിരിക്കും എന്നുള്ളത് തന്നെയാണ് ആ വാർത്ത. നിങ്ങൾ പരമാവധി ഈ വാർത്ത ഷെയർ ചെയ്യണം. കാരണം വിവിധ രാജ്യങ്ങളിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ മറ്റുമുണ്ടെങ്കിൽ അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ തന്നെയായിരിക്കും ഇത്. എന്നാൽ ഇറാനിലും റോമിലും അതുപോലെ തന്നെ ഇറ്റലിയിലും മറ്റും കുടുങ്ങിക്കിടക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരെ രക്ഷിക്കുവാൻ ഇവിടെ നിന്ന് വിമാനം അയക്കുകയും അവരെ റെസ്ക്യൂ ചെയ്ത് നാട്ടിലെത്തിക്കാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നുവെന്നും അറിഞ്ഞു. അതുപോലെ തന്നെ അടിയന്തരമായി കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്ന മറ്റു ചില നിബന്ധനകളുണ്ട്. 65 വയസ്സിന് മുകളിലും 10 വയസ്സിന് താഴെയുമുള്ള ആളുകൾ യാതൊരു കാരണവശാലും വീട് വിട്ട് പുറത്തിറങ്ങരുത്. ഇതിനിടയിലുള്ള ബാക്കി ആൾക്കാരാണ് ഇവരുടെ കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഒരു കാരണവശാലും കുട്ടികളെ വീടിന് പുറത്തിറങ്ങാൻ അനുവദിക്കരുത്. അതുപോലെ തന്നെ പ്രായമേറിയ 65 വയസ്സിന് മുകളിലുള്ള ആളുകളും യാതൊരു കാരണവശാലും വീടിന് പുറത്തിറങ്ങരുതെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമായി പറയുന്നുണ്ട്. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പത്രസമ്മേളനം നടന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ മന്ത്രിസഭ ഉപസമിതി യോഗം കൂടിയിരുന്നു. അതിനുശേഷമാണ് ഇത്ര നിർണായകമായ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നത്. ഇന്ത്യ ഇപ്പോൾ 2-ാം ഘട്ടത്തിലാണ് ഉള്ളത്. ഒരു കാരണവശാലും 3-ാം ഘട്ടത്തിലേക്ക് COVID-19 സാധ്യതകൾ കടക്കരുത്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര കർശനമായ ഒരു തീരുമാനവുമായി ഇപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. മറ്റു രാജ്യങ്ങളിൽ ആദ്യം കൊറോണ വൈറസ് സ്ഥിരീകരിച്ചപ്പോൾ നൽകിയിരുന്ന കരുതൽ വളരെ കുറവായിരുന്നു, അല്ലെങ്കിൽ അശ്രദ്ധ കൂടുതലായിരുന്നു. ഈ ഒരു സാന്നിധ്യത്തിലാണ് പല രാജ്യങ്ങളിലും COVID-19 വളരെ ഗുരുതരമായ സ്ഥിതിയിലേക്ക് നീങ്ങിയത്. ആ ഒരു അശ്രദ്ധ ഇന്ത്യയിൽ ഒരിക്കലും ആവർത്തിക്കരുത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കർശനമായ നിബന്ധനകൾ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് തന്നെയാണ് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, മറ്റൊരു കാര്യം കേന്ദ്ര സർക്കാർ പറയുന്നത് യാത്ര പരമാവധി ഒഴിവാക്കണം എന്നുള്ളതാണ്. അതായത് വീടിനകത്ത് എല്ലാവരും ഇരിക്കണം. യാതൊരു കാരണവശാലും കൂട്ടം കൂടരുത്. 5 പേരിലധികം കൂട്ടം കൂടാനുള്ള ഒരു സാധ്യതയും ഇനി 29-ാം തീയതി വരെ രാജ്യത്ത് ഉണ്ടാവരുത് എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഒഴിവാക്കാനായി നൽകിയിരിക്കുന്ന എല്ലാ കൺസെഷനുകളും കേന്ദ്ര സർക്കാർ നിർത്തിവെച്ചിരിക്കുന്നു. പല രീതിയിൽ പല ആൾക്കാർ വിവിധ കൺസെഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും യാത്ര ചെയ്യുന്നുണ്ട്. എന്നാൽ ഇനി മുതൽ 29-ാം തീയതി വരെ അത്തരത്തിലുള്ള പബ്ലിക് യാത്രകൾ ഒഴിവാക്കണമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടുകൂടി ഇത്തരത്തിലുള്ള കൊറോണ പടരാനുള്ള സാധ്യത വളരെയധികം കുറയ്ക്കാമെന്നും കേന്ദ്ര സർക്കാർ കരുതുന്നുണ്ട്. മാത്രമല്ല, സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യാനുള്ള എല്ലാ സാധ്യതയും തേടണം. അത്തരത്തിൽ ആവശ്യമായ എല്ലാ മുൻകരുതലുകളും കമ്പനികൾ സ്വീകരിക്കണമെന്നും ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിച്ചിരിക്കുന്ന വാർത്താ സമ്മേളനത്തിൽ നിന്ന് വ്യക്തമാക്കുന്നു. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വിമാന സർവീസുകളെ ബാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം നിരവധി ആൾക്കാരാണ് ഒരുപക്ഷെ കൊറോണ ഭയം മൂലമോ അല്ലെങ്കിൽ മറ്റ് ലീവുകൾ പ്രതീക്ഷിച്ചോ നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അവർക്കെല്ലാം ഒരു കനത്ത തിരിച്ചടി തന്നെയായിരിക്കും ഈ ഒരു 22-ാം തീയതി മുതൽ 29-ാം തീയതി വരെയുള്ള ഈ ഒരു നിയന്ത്രണം. പക്ഷേ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ രക്ഷിക്കാൻ ഇപ്പോൾ ഇതല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ കരുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ അത് തന്നെയാണ് ഇത്തരത്തിലൊരു കർശന നിയന്ത്രണവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ആരും ഈ നിയമത്തിനോ അല്ലെങ്കിൽ നിയന്ത്രണത്തിനോ എതിരായി വരാനും സാധ്യതയില്ല. കാരണം അത്ര കണ്ട് നിയന്ത്രണാതീതമായി മറ്റു രാജ്യങ്ങളിൽ കൊറോണ വ്യാപനം പടരുകയാണ്. അപ്പോൾ ഇന്ത്യയെ രക്ഷിക്കാൻ ഇതല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.